ഇന്ന് നമുക്കൊരു ചക്ക മുറിച്ചാലോ? അപ്പോൾ ചക്ക എവിടുന്ന് കിട്ടിയെന്ന് അറിയാം. എൻ്റെ വലിയ വീട്ടിൽ നിന്ന് ഇന്നലെ പോയിപ്പോൾ തന്നാണ്. ഷിജിക്ക് പഴച്ചക്ക എന്ന് പറഞ്ഞാൽ ചാടി വീഴും. അപ്പോൾ ചെടുത്ത് കയറാൻ ഷിജി പഴച്ചക്ക ആശാക്തിയാണ്. അങ്ങനെ ഇത് പഴച്ചക്കയാണ് മുറിക്കാൻ പോണത്. ഇന്നലെ കൊടുക്കുന്നതാണ്. ഇന്ന് എന്താ ശബ്ദം മാറ്റം. അപ്പോൾ നമുക്ക് മുറിച്ച് നോക്കിയാലോ? പഴച്ചക്ക എങ്ങനെയാലും മുറിക്കാട്ടാ. കാരൻ്റെ തെറ്റിപ്പോയി. ശരിക്കും അതിൻ്റെ നടു എന്താണ് ടേസ്റ്റ് ചെയ്യട്ടെ. അമ്മ നോക്കി കഴിച്ചില്ലെങ്കിലേ ചങ്കിലേക്കും ആള് പൊടിയും. എന്താ എന്താ നിനക്ക് വേണ്ട? കുറച്ച് കഴിച്ചൂടെ? എന്താ മോളെ? ഷിജി മേമ വരുന്നുണ്ടാ? ചോള പറിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ. ഇത് പെട്ടെന്നാ കൂട്ടത്. ഇത് എല്ലാവർക്കും കഴിക്കാനില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാം. ഒന്ന് ചൂടാക്കിയിട്ട് അട ഉണ്ടാക്കണം. അടയ്ക്ക് പിന്നെ ഇല കിട്ടിയില്ല. ഇല ഏതെങ്കിലും പറമ്പിൽ നിന്ന് അടിച്ചു മാറ്റണം. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇത് പറിച്ച് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചക്കമുറിന് ആകെ മുളഞ്ഞീനായി. ചക്ക മുറിച്ചു പറിച്ച് ഇട്ടു. ഇനി ഇതെല്ലാം കൊണ്ട് കളയണം. അതിനായിട്ട് പിന്നെ ഒന്നും കൂടി ഞാൻ ടേസ്റ്റ് ചെയ്യണം. ഇതിലിടയ്ക്കേ ഒരു കേടുണ്ട്, എന്താണെന്നറിയില്ല. അഞ്ചാറ് തൊള്ളായിരം നമുക്ക് മടുക്കും. അത് പിന്നെ മെയിനായിട്ട് കുരു, ചക്കക്കുരു മാങ്ങ, ചക്കക്കുരു കയ്പക്കായ, ചക്കക്കുരു മുരിങ്ങക്കായ, ഇതൊക്കെ കൊണ്ട് നമുക്ക് ഒരു ചക്കക്കുരു ഉണക്കപ്പയർ ഇതൊക്കെ കൊണ്ട്. പിന്നെ ചക്കക്കുരു ഉണ്ട് നമുക്ക് തോരൻ വെക്കാം. ഇന്നറിയാം മറ്റേ അരയ്ക്കാൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ എടുത്ത് ഗ്രേറ്റ് ചെയ്യാം ചെറുതായിട്ട്. അധികമൊന്നും വേവിക്കണ്ട. കാരണം ഗ്രേറ്റിലിട്ട് വളരെ പീസ് ചെറിയ ചെറിയ പീസല വരാം. എന്നിട്ട് അതിൽ നാളേരം പച്ചമുളക് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വയറ്റുക. അടിപൊളി സാധനം ഇട്ടാടാ. ഒരു ദിവസം നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കണം. എന്നാലും ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമുക്ക് ചക്ക പരിപാടി നിർത്തിയാലോ? ഞാൻ ഒന്നുകൂടി തിന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.